ഹായ് ഹലോ നമസ്കാരം. മല്ലു മലയാളി കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചായയാണ്. ചായ എല്ലാവരും ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ ഇതൊരു വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കുന്നൊരു ചായയാണ്. അതെ, കാരമൽ ടീ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചൂടായ പാത്രത്തിലോട്ട് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഏകദേശം നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര അടിപ്പിടിക്കാത്ത രീതിയിൽ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. നമ്മുടെ പഞ്ചസാര ഇവിടെ ഏകദേശം മെൽറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കാം. കടുപ്പത്തിനനുസരിച്ച് നമുക്ക് ചായപ്പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്താം. പഞ്ചസാരയും ചായപ്പൊടിയും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. പഞ്ചസാരയും ചായപ്പൊടിയും ഏകദേശം മെൽറ്റായ രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ചായയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. തീ ഒരു മീഡിയം ടു ഹൈയിലേക്ക് മാറ്റാം. നമ്മൾ കാരമൽ ചെയ്ത പഞ്ചസാരയും ചായപ്പൊടിയും മെൽറ്റാവുന്ന രീതിക്ക് ഇളക്കി കൊടുക്കാം. നല്ല രീതിയിൽ തിള വരുമ്പോൾ നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 3 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 1.5 കപ്പ് പാൽ. ഞാനിവിടെ മിൽമ പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി ചതച്ച 2 ഏലക്ക ഇട്ട് കൊടുക്കാം. നമുക്കിനി ചായയുടെ മധുരം ഒന്ന് നോക്കാം. ഓരോരുത്തരുടെ പഞ്ചസാരയുടെ അളവിനനുസരിച്ച് മാറ്റം വരുത്താം. ഞാനിവിടെ 1.5 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ചായ നല്ല രീതിയിൽ തിളയ്ക്കാനായിട്ട് വിടുക. ഏകദേശം 3-4 തവണ നല്ല രീതിയിൽ തിളച്ച് പൊങ്ങിയ ചായ നമുക്കിനി ഒരു അരിപ്പ് കൊണ്ട് അരിച്ചെടുക്കാം. നമ്മളുടെ കാരമൽ ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.